ഓക്കെ, എല്ലാവർക്കും പ്രസന്റേഷൻ വിസിബിൾ ആണോ? ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഇന്നലെ ഒരുപാട് ടെക്നിക്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ കുറച്ചുകൂടി രണ്ടുമൂന്ന് ടെക്നിക്സ് കൂടി നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ടെക്നിക്സ് ആണ് ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പിനെ അഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് വർക്ക്ഷോപ്സ്? നമ്മൾ കണ്ടിട്ടുണ്ടാവും, പല വർക്ക്ഷോപ്സിന്റെ ബ്രോഷേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ എന്താണ് ഈ വർക്ക്ഷോപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്നുള്ളത് നമുക്ക് നോക്കാം. വർക്ക്ഷോപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് assembled group of 10 to 25 persons who share a common interest or problems. എപ്പോഴും നമ്മൾ വർക്ക്ഷോപ്പിൽ കണ്ടിട്ടുണ്ടാവും, വർക്ക്ഷോപ്പിൽ ഒരിക്കലും മാക്സിമം കൂടിപ്പോയ ഒരു 20-25 ഇത്രയും പേർക്ക് വേണ്ടിയുള്ളതായിരിക്കും വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് കൂടുന്നതനുസരിച്ച് വർക്ക്ഷോപ്പ് ഇൻഎഫക്റ്റീവ് ആയിട്ട് മാറും. ഓക്കെ, സോ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് വേണ്ടി മാത്രമുള്ളതാണ്. ഹു ഷെയർ എ കോമൺ ഇൻട്രസ്റ്റ് ഓർ എ പ്രോബ്ലം. എല്ലാവരും ഒരു കോമൺ കാര്യത്തിന് വേണ്ടി ആയിരിക്കും നമ്മൾ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു കോമൺ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുക. ഓക്കെ, സംസാരിക്കുക അല്ല, സോ എന്താണ് അവിടെ നടക്കുന്നത് നമ്മൾ ഇനി കാണും. കോമൺ ആയിട്ട് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കോമൺ വിഷയം തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കും. They meet together to improve their individual skill of a subject through intensive study, research, practice and discussion. മനസ്സിലാക്കുക, വർക്ക്ഷോപ്പിലൂടെ നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ നോളജ് ഒരുപാട് നമുക്ക്, അല്ലെങ്കിൽ റിയൽ ലൈഫ് നോളജ് നമുക്ക് ഒരുപാട് അക്വയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടീച്ചിങ് ടെക്നിക്കാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ഡിസ്കഷൻസ്, സോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വർക്ക്ഷോപ്പിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത്. എന്തൊക്കെ ബേസ്ഡ് ആക്റ്റീവ് എൻഗേജ്മെന്റ് ഓഫ് പാർട്ടിസിപ്പൻസ് ഡ്യൂറിംഗ് ദി വർക്ക്ഷോപ്പ്. എപ്പോഴും അറിയാം, ഒരു വർക്ക്ഷോപ്പിനെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രാക്ടിക്കൽ ഒരു സെഷൻ തീർച്ചയായിട്ടും ഈ വർക്ക്ഷോപ്പിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. കുറച്ചുകൂടി പാർട്ടിസിപ്പൻസ് ഒക്കെ കുറച്ചുകൂടി ആക്റ്റീവ് ആയിരിക്കും. ദെൻ ഹൈ പ്രൊഡക്ഷൻ വാല്യൂസ്, ഇൻഫർമേഷൻ ഷെയറിംഗ്, നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് എപ്പോഴും എല്ലാ വർക്ക്ഷോപ്സും ഒരു ലിമിറ്റഡ് നമ്പേഴ്സിലേക്ക് മാത്രം അത് ചുരുക്കി ആയിരിക്കും അത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് വർക്ക്ഷോപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. ബിക്കോസ് ഈ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് കൂടുന്നതനുസരിച്ച് ഈ പറയുന്ന ഈ ഡിസ്കഷൻസ് അതൊക്കെ ഒരുപാട് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഡിസ്കഷൻസ് ഈ പറയുന്ന പ്രാക്ടിക്കൽ സെഷൻസ് അല്ലെങ്കിൽ അതൊക്കെ കണ്ടക്ട് ആയിരിക്കും. ഓക്കെ, വലിയൊരു ലാർജ് ഗ്രൂപ്പിന്റെ എല്ലാം ഡിസ്കഷൻ വരുന്നതെങ്കിൽ ആ ഡിസ്കഷൻ തന്നെ ഒരു പരിധിക്കപ്പുറം അത് ഇഫക്റ്റീവ് ആകാൻ സാധ്യതയില്ല. ഓക്കെ, then it is less formal, include more discussion. നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ പാനൽ ഡിസ്കഷൻ ഒക്കെ പോലെയുള്ള ഡിസ്കഷൻസ് ആയിരിക്കില്ല ഇവിടെ സംഭവിക്കുന്നത്. ഇത് കൂടുതലും ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് ആണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. And they emphasizing practical applications requiring some preparation in advance of the workshop. തീർച്ചയായിട്ടും ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തമായ പ്ലാനിങ് വേണം. കാരണം ഒരു സെഷൻസും ബോറിംഗ് ആകാൻ പാടില്ല, എല്ലാ സെഷൻസും ആക്റ്റീവ് ആയിരിക്കണം, പാർട്ടിസിപ്പൻസ് എല്ലാം ഫുൾ ചാർജ് ആയിരിക്കണം. സോ ആ രീതിയിലേക്കുള്ള വ്യക്തമായിട്ടുള്ള പ്രിപ്പറേഷൻസ് വേണ്ട ഒരു കാര്യമാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, thorough minute by minute planning of workshops, ഓരോ വർക്ക്, കാരണം ഇന്ന സെഷൻ, മോർണിംഗ് സെഷൻ, ഈവനിങ് സെഷനിലെ പറ്റുന്ന എന്തെങ്കിലും ഒരു സെഷൻ ഉണ്ടാവണം. ദെൻ പ്രാക്ടിക്കൽ നോളജ് നൽകാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻസ് എൻഷുർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് വർക്ക് സെഷൻസ്. എന്തെങ്കിലും ഒരു സെഷൻ ഉണ്ടാവണം. സോ ഷോപ്പ് എന്ന് പറയുന്ന ടീച്ചിങ് ടെക്നിക് അപ്ലൈ ചെയ്യുമ്പോൾ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് സിംബോസിയം. ഓക്കെ, ആ സിംബോസിയത്തിന്റെ പിക്ചർ നോക്കുക. സിംബോസിയം എന്താന്നുള്ളത് നമുക്ക് നോക്കാം. സിംബോസിയം കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം ഓഫ് പ്രിപ്പയർഡ് സ്പീച്ചസ് ഫോളോഡ് ബൈ ദി ഓഡിയൻസ് ഡിസ്കഷൻസ്. ഓക്കെ, വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള കുറച്ച് സ്പീച്ചസ് സംഭവിക്കുന്നു, അതിനുശേഷം ഒരു നോർമൽ ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യുന്നു. ഇറ്റ് ഇസ് എ ടെക്നിക് ഇൻ വിച്ച് 2 or more persons under the direction of a chairman
presents several speeches which give several aspect of one question. അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, നമ്മളുടെ പ്രസന്റ് ഇഷ്യൂസിനെ പറ്റി എന്തെങ്കിലും ഒരു കറണ്ട് ഇഷ്യൂ ആണ് ടോപ്പിക് ആയിട്ട് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു ചെയർമാൻ തീർച്ചയായിട്ടും ലീഡ് ചെയ്യുന്നു. സിമ്പോസിയം എന്ന് പറയുന്ന ടീച്ചിങ് ടെക്നിക്ക് ഒരു ചെയർമാൻ ലീഡ് ചെയ്യുന്നു. ഈ ചെയർമാന്റെ കീഴിൽ ഒരു 3-4 പേര് അവർ പ്രിപ്പയർ ചെയ്ത നല്ല രീതിയിലുള്ള ആ ടോപ്പിക്കിനെ പറ്റിയുള്ള അവരുടെ വ്യൂ പോയിന്റ്സ് ഷെയർ ചെയ്തുള്ള വ്യക്തമായിട്ടുള്ള ഒരു സ്പീച്ച് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നു. ആ സ്പീച്ചിന് ശേഷം കേട്ട് നിന്ന ഓഡിയൻസിനും സ്പീക്കേഴ്സും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ അവിടെ കണ്ടക്ട് ചെയ്യുന്ന ആ ഡിസ്കഷൻ ഈ ചെയർമാൻ ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ടെക്നിക് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് സിമ്പോസിയം. ഇങ്ങനത്തെ ഒരു ടെക്നിക്കിന്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടോപ്പിക് എന്ത് തന്നെയാണെങ്കിലും അതിന്റെ വേരിയസ് ആസ്പെക്ട്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നു. ഓക്കെ, സോ അതായത് നമ്മൾ അതിന്റെ ഒരു സൈഡ് മാത്രമല്ലാണ്ട് അതിന് ഏതെല്ലാം ആംഗിളിൽ നിന്ന് ആ ടോപ്പിക്കിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും വ്യൂ പോയിന്റ്സ് ഇവിടെ ഷെയർ ചെയ്യപ്പെടുന്നു. ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. Objectives. It identifies and understands two various aspects of the theme to develop the ability to decision and judgment regarding a problem, to develop the values and feeling regarding a problem, to enable the listeners to form policies regarding a problem. കുറച്ചുകൂടി ഇതിനെ ഈ ഒബ്ജക്റ്റീവ്സിനെ സിമ്പിൾ ആക്കി പറയുവാണെങ്കിൽ, ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് ഒരു ടോപ്പിക്കിനെ ആ ടോപ്പിക്കിനെ ഏതെല്ലാം ആംഗിളിൽ നിന്ന് നമുക്ക് അതിനെ കാണാൻ സാധിക്കുന്നു, ഏതെല്ലാം ആംഗിളിൽ നിന്ന് ചിന്തിക്കാവോ അത്രയും ആംഗിൾസ് നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ മനസ്സിലാക്കണം, ആ ഒരു വ്യൂ പോയിന്റ് എന്താന്നുള്ളത് ഡിഫറെന്റ് ആസ്പെക്ട്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ഒരു പ്രോബ്ലത്തെ എങ്ങനെ ഫേസ് ചെയ്യണം, അതിന്റെ സൊല്യൂഷന് വേണ്ടിയും എങ്ങനെ ആ പ്രോബ്ലത്തെ ഫേസ് ചെയ്യാനുള്ള അതിന്റെ സൊല്യൂഷൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാം അതിനു വേണ്ടിയുള്ള ഒരു നോളജും നമുക്ക് ഇതിലൂടെ അക്വയർ ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വൺ, മൈക്രോ ടീച്ചിങ്. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൈക്രോ ടീച്ചിങ് ഇറ്റ്സ് എ ടീച്ചർ ട്രെയിനിങ് ടെക്നിക്. ഓക്കെ, ടീച്ചേഴ്സിന്റെ ഇടയിലായിരിക്കും ഇത് കൂടുതലും സംഭവിക്കുന്നത്. ആൻഡ് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് ടെക്നിക് വെയർ ബൈ ദ ടീച്ചർ റിവ്യൂസ് എ റെക്കോർഡിംഗ് ഓഫ് എ ടീച്ചിങ് സെഷൻ in order to constructive feedback from peers and or students about what has worked and what improvements can be made to their teaching technique. ഇത് കഴിഞ്ഞ ഒരു പിക്ചർ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു ഹോൾ ക്ലാസ് റൂമിൽ ഒരു 50 സ്റ്റുഡൻസ് പഠിക്കുന്ന ക്ലാസ് റൂമിൽ ചെന്ന് ക്ലാസ് എടുക്കുക, അതാണ് ഒരു ടീച്ചർക്ക് നൽകുന്ന അസൈൻമെന്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, ആ ടീച്ചർക്ക് കുറച്ചുകൂടി ആ ക്ലാസ് റൂമിൽ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യാനായിട്ട് ആ ടീച്ചർക്ക് നമ്മളൊരു ട്രെയിനിങ് നൽകുന്നു. ആ ട്രെയിനിങ്ങിനായിട്ട് ഈ ഒരു 50 സ്റ്റുഡൻസിന് പകരം നമ്മളൊരു 10 സ്റ്റുഡൻസിന് നൽകിയിട്ട് ആ സ്റ്റുഡൻസിനെ ആക്ച്വലി എടുക്കേണ്ട ടോപ്പിക് ണോ അത് കുറച്ച് ടോപ്പിക് മാത്രം കൊടുക്കുന്നു, കുറച്ച് ടൈം കൊടുക്കുന്നു. ആ 50ൽ നിന്നൊരു 10 സ്റ്റുഡൻറ് മൈക്രോ ടീച്ചിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ പറഞ്ഞ ഇതൊരു ടീച്ചർ ട്രെയിനിങ് ടെക്നിക്കാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ടെക്നിക് എയിമിംഗ് ടു പ്രിപ്പയർ ടീച്ചർ കാൻഡിഡേറ്റ്സ് ടു ദി റിയൽ ക്ലാസ് റൂം സെറ്റിംഗ്. ഇറ്റ് ഇസ് എ സ്കെയിൽ ഡൗൺ ടീച്ചിങ് എൻകൗണ്ടർ ഇൻ ക്ലാസ് സൈസ് ആൻഡ് ടൈം. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആക്ച്വൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ സിറ്റുവേഷൻ എന്താണോ അതിന് സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ മുൻകൂട്ടി നൽകുന്നു. ദെൻ ടീച്ചറിന്റെ ആക്ച്വൽ വർക്ക് ലോഡ് കുറച്ചുകൂടി ചെറുതാക്കി കൊടുക്കുകയും ചെയ്യുന്നത്. അത് ക്ലാസ് സൈസിന്റെ കേസിലാണെങ്കിലും ദെൻ ടൈമിന്റെ കേസിലാണെങ്കിലും. ഓക്കെ, സോ ഇതുകൊണ്ട് ടീച്ചർ ട്രെയിനിങ് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കാൻ നമുക്ക് സാധിക്കുന്നു. ക്യാരക്ടറിസ്റ്റിക്സ്, ഇറ്റ്സ് എ റിയൽ ടീച്ചിങ് സിറ്റുവേഷൻ. സ്കെയിൽ ഡൗൺ ടീച്ചിങ്, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് situation in terms of the number of students, the amount of time and the amount of learning content. Okay, അതായത് എന്താണ് ആക്ച്വലി പഠിപ്പിക്കേണ്ടത് അതിന്റെ ചെറിയ പോർഷൻ മാത്രം കൊടുക്കുന്നുള്ളൂ. ഒരു 50 മിനിറ്റ്സ് ആയിരിക്കുന്നു. ദെൻ പോർഷൻസിന്റെ ഒരു 1/4 മാത്രമേ നൽകുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഒരു 10 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 15 സ്റ്റുഡൻസ് മാത്രമേ ഇവിടെ ഈ ടീച്ചർക്ക് നൽകുന്നുള്ളൂ.
സോ ഇതാണ് സ്കെയിൽ ഡൗൺ ടീച്ചിങ് എന്ന് പറയുന്നത്. ആ ഒരു കോംപ്ലക്സിറ്റി ഇവിടെ പരമാവധി റെഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. Then controlled practice and immediate feedback. Okay, actual റിയൽ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ ഒരു 10-15 സ്റ്റുഡൻസിന് മുന്നിൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ടീച്ചറിന്റെ ടീച്ചിങ് സ്കില്ല് ഒരു പരിധി വരെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ആ മൈക്രോ ടീച്ചിങ്ങിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ്. നെക്സ്റ്റ് വൺ, സിമുലേഷൻ. ഓക്കെ, സിമുലേഷൻ ഇത് നമ്മൾ ഈ ഒരു വേർഡ് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ബട്ട് എങ്കിലും ഇതേ സിമിലർ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട്. Simulations are defined activities that mimic the reality of a clinical environment and are designed to demonstrate procedures, decision making, and critical thinking through techniques such as role playing and the use of devices such as interactive videos or mini films. ഇവിടെ ഞാൻ ഇത് കുറച്ച് ഇലാബറേറ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. ഞാൻ അതിനെ കുറച്ച് സിമ്പിൾ ആക്കി പറഞ്ഞു തരാം. ഇത്രയേ ഉള്ളൂ. ആക്ച്വൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്രോ ടീച്ചിങ് ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ കണ്ടു. റിയൽ ക്ലാസ് റൂമിനെ പോലെ തന്നെയുള്ള ഒരു സ്കെയിൽ ഡൗൺ ക്ലാസ് റൂം അറേഞ്ച് ചെയ്ത് നൽകുകയാണ്. ദാറ്റ് മീൻസ് റിയൽ ലൈഫിലെ പോലെ തന്നെ ഒരു സിമിലർ സിറ്റുവേഷൻ അറേഞ്ച് ചെയ്ത് നൽകുന്നു, പക്ഷെ റിയൽ ലൈഫിന്റെ അത്രയും കോംപ്ലക്സിറ്റി ഇല്ലാതെ തന്നെ. ഓക്കെ, സെയിം കാര്യം തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത് സിമുലേഷനിലൂടെ. റിയൽ ലൈഫിലുള്ള സെയിം ഒരു എൻവയൺമെന്റ് നമുക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നു. നമുക്ക് മീൻസ് ഓഡിയൻസിന് അല്ലെങ്കിൽ ലേണേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകുന്നു. ഓക്കെ, ലേണേഴ്സ് അതിൽ നിന്ന് തന്നെ സ്വന്തമായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അവർക്ക് തന്നെ സ്വയം മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നൽകുകയാണ്. അതിനൊരു ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. വാട്ട് ക്യാൻ ബി സിമുലേറ്റഡ്? ഓൾമോസ്റ്റ് എനിത്തിങ് ആൻഡ് ഓൾമോസ്റ്റ് എവറിത്തിങ് ക്യാൻ ബി സിമുലേറ്റഡ്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ ഈ മാളിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്ലെയർ സ്റ്റേഷൻസ് കണ്ടിട്ടുണ്ടാവും കുട്ടികൾക്ക് വേണ്ടി. ഓക്കെ, ഈ ഒരു പ്ലെയർ സ്റ്റേഷൻ ഇതുവരെ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, മാളിലൊക്കെ ഉണ്ട്. സോ ഇതിലൂടെ കാണിക്കുന്ന ഇത് ഒരു സിമുലേഷൻ ടെക്നിക്കാണ്. ബിക്കോസ് അതായത് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബൈക്കിന്റെ ജസ്റ്റ് ഒരു മോഡൽ അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു പ്ലെയർ സ്റ്റേഷനിൽ കുട്ടികൾക്ക് ഈ ബൈക്കിൽ കയറിയിരിക്കാം. ഓക്കെ, മുന്നിലൊരു കമ്പ്യൂട്ടറോ ഒരു LED TV എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇതിലൂടെ അവരുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഒറിജിനൽ നമ്മൾ ആ ബൈക്കും അതേപോലെ തന്നെ ഷിവർ ചെയ്യുന്നു. അതായത് ആക്ച്വലി നമ്മൾ എങ്ങനെയാണോ ബൈക്ക് ഓടിക്കുന്നത്, റിയൽ ലൈഫിൽ ഓടിക്കുന്നത്, അതേപോലത്തെ ഒരു സിറ്റുവേഷൻ അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് നമുക്ക് ഇപ്പൊ നമുക്കെതിരെ ആ ടിവിയിലൂടെ നമുക്കെതിരെ വണ്ടി തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് നമ്മുടെ ബൈക്ക് വളയ്ക്കാം, ചരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിൽ എന്താണോ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഇവിടെയും ചെയ്യാം. ഓക്കെ, സോ ആ രീതിയിൽ നമുക്ക് ഒരു ടൈപ്പ് ഓഫ് നോളജ് നമുക്ക് അക്വയർ ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് സിമുലേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു വേർഡ് ടെക്നിക്കിന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു ഇത്തരം കാര്യങ്ങളിലൊക്കെ മോളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, ഇത് എല്ലാവർക്കും കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ബട്ട് ആ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് സിമുലേഷൻ. It can be used in the research work and used for rehearsal before going to the classroom teaching. Okay, അപ്പോൾ ഒരു ക്ലാസ് റൂമിലേക്ക് പോവുകയാണെങ്കിൽ അതിന് മുന്നേ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. And it is effective for practice of teaching skills by the pupil teacher, and effective feedback can be provided, and it is very convenient method. Okay, അതായത് ഇവിടെ ടീച്ചർക്ക് ഒരു പരിധി വരെ ടീച്ചർക്ക് റോള് കുറവാണ്. അതാണ് ഇവിടെ പറയുന്നൊരു മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ നേരത്തെ കണ്ട സെയിം അഡ്വാൻറ്റേജ്, അത് റിയൽ ലൈഫ് സിറ്റുവേഷനെ പോലെയുള്ള സിമിലർ സിറ്റുവേഷൻ നമുക്ക് ഇവിടെ ലഭിക്കുന്നു. അത് യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം നോളജ് നമുക്ക് അക്വയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, ഒരു കുട്ടിയുടെ വ്യക്തമായിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്ത് പ്രോഗ്രാംസ് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. Okay, programmed instruction. It is a kind of learning in which a program takes the place of a tutor for the student and leads him through a set of frames of specified behaviors designed and sequenced to make it more probable that he will behave in a give desired way.
നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന സെയിം കാര്യങ്ങൾ തന്നെ. അതായത് ഒരു ട്യൂട്ടറിന് പകരം ഇവിടെ നമുക്ക് ആസ് എ ട്യൂട്ടർ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് ഒരു പ്രോഗ്രാമാണ്. അതായത് ഓൾറെഡി കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം. ഈ പ്രോഗ്രാം ആണ് ഒരു ട്യൂട്ടറെ പോലെ നമുക്ക് ഫുൾ ഇൻസ്ട്രക്ഷൻസ് തരുന്നത്. ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെപ്പ് നമ്പർ 2 ഇതാണ്, ഇന്ന പോലെ ചെയ്യുക. ഓക്കെ, ദെൻ സ്റ്റെപ്പ് നമ്പർ 3, അതിനുശേഷം സ്റ്റെപ്പ് നമ്പർ 3 ഇങ്ങനെ ചെയ്യുക എന്നുള്ള വ്യക്തമായ ഇൻസ്ട്രക്ഷൻ നേരത്തെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഇതാണ് ഇവിടെ ഒരു ട്യൂട്ടറിനെ പോലെ ആക്ട് ചെയ്യുന്നത്. സോ ഇതിലൂടെ നമുക്ക് ഒരു ട്യൂട്ടർ പറഞ്ഞു തരുന്ന പോലെ തന്നെ ഇതിലൂടെ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് നോളജ് അക്വയർ ചെയ്യാൻ സാധിക്കുന്നു. പ്രോഗ്രാംഡ് ലേണിംഗ് ഇസ് എ റിസർച്ച് ബേസ്ഡ് സിസ്റ്റം വിച്ച് ഹെൽപ്പ് ലേണേഴ്സ് വർക്ക് സക്സസ്ഫുള്ളി. ഓക്കെ, കുറച്ചുകൂടി അതായത് ഒരു ട്യൂട്ടർ പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒന്ന് സപ്പോസ് ഈ പറയുന്ന കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമ്മൾക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പ്ലസ് ഈ പറയുന്ന പോലെ തന്നെ കുറച്ചുകൂടി ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ നോളജ് അക്വയർ ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, it is a learning in which the student works from the known to unknown, from the familiar to ഡീറ്റെയിൽ ആയിട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കൊരു സ്റ്റെപ്പ് അങ്ങനെ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും നമ്മൾ ഡീറ്റെയിൽ നോളജ് അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ് ഇസ് എ സെൽഫ് ടെസ്റ്റിംഗ് ടെക്നിക് ഫോർ അക്വയറിംഗ് ഫാക്ച്വൽ ലേണിംഗ്. It is an integrated instructional system which may employ programmed books, teaching machine, films in various forms of audio visual devices. ഈ ഒരു ടെക്നിക്കിനെ കുറച്ചുകൂടി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഈ ഒരു കാര്യമാണ്. അതായത് കൂടുതൽ ഓഡിയോ വിഷ്വൽ ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നമുക്ക് മീൻസ് ലേണേഴ്സിന്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട, ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ടീച്ചിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ അസസ്മെന്റ് എന്താന്നുള്ളത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ആസ് എ ടീച്ചർ സ്റ്റുഡൻസിനെ അസസ് ചെയ്യാൻ എല്ലാ ടീച്ചർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, എന്താണ് അസസ്മെന്റ്? നമ്മൾ അതിന്റെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള വേർഡിങ്സ് ഒക്കെ കാണുന്നു മാത്രം. ദ പ്രോസസ് ഓഫ് gathering quantitative and qualitative data of what a student can do and how much a student possesses. രണ്ട് കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാനായിട്ട് വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, എന്താണ് സ്റ്റുഡൻസിന്റെ എബിലിറ്റി, കപ്പാസിറ്റി എന്താണ്? ഓക്കെ, ദെൻ എന്താണ് ആ സ്റ്റുഡൻസിന്റെ കഴിയുന്നത്, മീൻസ് എന്തൊക്കെ ആ സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയും എന്നുള്ളത്. അതായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു സ്റ്റുഡൻസിന്റെ എബിലിറ്റി എന്ത്, രണ്ട്, ഒരു സ്റ്റുഡന്റിന്റെ കപ്പാസിറ്റി എന്ത്. എബിലിറ്റിയും കപ്പാസിറ്റി ഇതിനെ പറ്റിയുള്ള മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്, ഇൻക്ലൂഡിംഗ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഇറ്റ് ഈസ് എ വൈറ്റൽ കമ്പോണന്റ് ഓഫ് ദി ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ഇതിനകത്ത് മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഗ്യാതറിംഗ് ഓഫ് ഡാറ്റ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. അത് ക്വാണ്ടിറ്റേറ്റീവ് ആകാം, മേ ബി ക്വാളിറ്റേറ്റീവ് ആകാം. ഓക്കെ, ദെൻ ആ ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നു. അനലൈസ് എന്താണ്, ആ കുട്ടി നല്ലതാണോ ചീത്തയാണോ, ഓക്കെ, അല്ലെങ്കിൽ ഒരു ആവറേജ് ആണോ, ബിലോ ആവറേജ് ആണോ, എബോ ആവറേജ് ആണോ എന്നൊക്കെ ആ രീതിയിലൊക്കെ പല രീതിയിലുള്ള അസസ്മെന്റ് ഉണ്ട്. ഓക്കെ, അതെല്ലാം ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇങ്ങനെ 3 സ്റ്റെപ്സ് ആണ് അസസ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്തുള്ളത്. ഇനി നമ്മൾ പ്രധാനമായിട്ട് ഇതിനകത്ത് കാണുന്നത് ടൈപ്സ് ഓഫ് അസസ്മെന്റ്. എന്തൊക്കെ ടൈപ്സ് അസസ്മെന്റ് എന്നുണ്ട്? ഫോർമൽ, ഇൻഫോർമൽ, ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ്, ഡയഗ്നോസ്റ്റിക്, ട്രഡീഷണൽ ആൻഡ് ഓതന്റിക് അസസ്മെന്റ്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫോർമൽ അസസ്മെന്റ്, they have data which usually refer to these types of tests as standardized measures. These tests have been tried before on students and have statistics which support the conclusion, such as the student is reading below average for his age. ഫോർമൽ അസസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എക്സാം നടത്തുന്നു, അത് എക്സാമിൽ റിട്ടേൺ ഓർ ഓറൽ വാട്ട് എവർ, നമ്മൾ ടെസ്റ്റ് നടത്തുന്നു, ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു.
ഓക്കെ, ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്സിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കൺക്ലൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് വേറെ ഒന്നും നമ്മൾ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞു, മാർക്ക് കൂടിപ്പോയി, അതൊന്നും മാർക്ക് കുറഞ്ഞു പോയി അതിന്റെ റീസൺ ഒന്നും നമ്മൾ ഇവിടെ നോക്കുന്നില്ല. നമ്മൾക്ക് എന്താണോ നമ്മൾ കണ്ടക്ട് ചെയ്ത ടെസ്റ്റിന്റെ റിസൾട്ട്, ആ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾ കൺക്ലൂഷൻസ് ഫോം ചെയ്യുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് അസസ്മെന്റിനെയാണ് ഫോർമൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. എന്താണോ ടെസ്റ്റിന്റെ ഔട്ട്കം അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് അസസ്മെന്റ് നടത്തുന്നത്. ദാറ്റ് ഈസ് ഫോർമൽ അസസ്മെന്റ്. Next one, informal assessment. They are not data driven, but rather content and performance. Codes are informal assessments because they indicate how well a student is reading. 15% of words read correctly, and most rubric scores are given from this type of assessment. ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് കാര്യങ്ങൾ മാത്രമാണ്. അതായത് ഫോർമൽ അസസ്മെന്റിൽ നമ്മൾ എടുത്തത് പ്യുവർലി ബേസ്ഡ് ഓൺ ദി ടെസ്റ്റ് റിസൾട്ട്സ്. ടെസ്റ്റിന്റെ ഔട്ട്കംസ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫോർമൽ അസസ്മെന്റ് നടത്തിയത്. പക്ഷേ ഇൻഫോർമൽ അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ, അതായത് നമ്മൾക്ക് കിട്ടിയ ഈ പറയുന്ന ടെസ്റ്റുകളിൽ നിന്നുള്ള ഡാറ്റ മാത്രമല്ല, അതായത് കഴിഞ്ഞ ഇൻഫോർമൽ അസസ്മെന്റ് നടത്തുന്നത്. അതായത് ഒരു സ്റ്റുഡന്റിന് മാർക്ക് കുറയുകയാണെങ്കിൽ, ഓക്കെ, അത് ഇന്നൊരു സിറ്റുവേഷൻ കൊണ്ടായിപ്പോയി മാർക്ക് കുറഞ്ഞത്, സോ അതുകൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ആ സ്റ്റുഡന്റിനെ അസസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ടെസ്റ്റ് പേപ്പറോ അല്ലെങ്കിൽ ടെസ്റ്റിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ഈ സ്റ്റുഡന്റിനെ അസസ് ചെയ്യുന്നില്ല. അതാണ് ഇൻഫോർമൽ അസസ്മെന്റ്. നെക്സ്റ്റ് വൺ, ഫോർമേറ്റീവ് അസസ്മെന്റ്. ദാറ്റ് മീൻസ് gathering of data during a time program is being developed. This is likewise provide feedback for the improvement of an instruction or for the improvement of the program. It determines whether the teacher delivers quality instruction in a particular day based on the particular result administered at the end of the day's lesson. Formative assessment വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതായത് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് നൽകിയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ടീച്ചർ ഒരു ദിവസം വന്ന് ഒരു അവർ ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ ക്ലാസ് എടുക്കുന്നു വിചാരിക്കുക. ലെസൺ എന്തൊക്കെയാണ് ആ ഫുൾ ഡേ ക്ലാസ്സിന് ശേഷം ഒരു ദിവസം കൊണ്ട് കവർ ചെയ്ത പോർഷൻസ് എന്തൊക്കെയാണോ ആ ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റുഡൻസിനെ അസസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ടീച്ചറെ ടീച്ചിങ് ടെക്നിക്കും നമ്മളിവിടെ അസസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ പറയുന്നൊരു കാര്യം ഇതാണ്, ഒരുപാട് ഡിലേ വരുത്താതെ, അതായത് എപ്പോഴാണോ നമ്മളുടെ ഈ പറയുന്ന നോളജ് ഷെയറിംഗ് സംഭവിക്കുന്നത് അതിനുശേഷം തന്നെ ഉടൻ തന്നെ ഈ പറയുന്ന അസസ്മെന്റ് നടക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ഓക്കെ, അതായത് ലാസ്റ്റ് പറയുന്നത് അഡ്മിനിസ്ട്രേഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേസ് ലെസൺ. ഓക്കെ, അത് ഒരുപാട് ഡിലേ വരുന്നില്ല, ഒരു ദിവസം എടുക്കുന്ന ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇവിടെ അസസ്മെന്റ് സംഭവിക്കുന്നു. ഇതിനെയാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സമ്മേറ്റീവ് അസസ്മെന്റ്. ഇറ്റ് യൂസ് ടു ഡിറ്റർമിൻ ദി മാസ്റ്ററി ആൻഡ് അച്ചീവ്മെന്റ് ഓഫ് ദി സ്റ്റുഡന്റ്. It is done usually at the end of a chapter or unit. Accountability of success or failure. It is designed to determine the extent to which the instructional objectives have been achieved, and it used primarily in assigning grades. ഇവിടെ പറയുന്നൊരു കാര്യം, അത് ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് ആണ് സമ്മേറ്റീവ് അസസ്മെന്റ്. ഫോർമേറ്റീവ് അസസ്മെന്റിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു, അസസ്മെന്റ് സംഭവിക്കുന്നത് ഡെയിലി ബേസിലായിരിക്കും. അതായത് എപ്പോഴാണോ ടീച്ചിങ് സംഭവിച്ചതിന് ശേഷം, അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ കാര്യങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്തതിന് ശേഷം, അപ്പോൾ തന്നെ നമ്മൾ അതിന്റെ എത്രത്തോളം അത് അവർ ഗ്രാസ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അസസ് ചെയ്യുക. പക്ഷേ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് യൂഷ്വലി നടക്കുന്നത് എപ്പോഴായിരിക്കും? ഒരു പെർട്ടിക്കുലർ ഏരിയ കവർ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസമല്ല ഇവിടെ നോക്കുന്നത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ആ കുട്ടിയുടെ അറിവ് എന്തോരമാണ്, ഓക്കെ, എത്രത്തോളം ആ കുട്ടിക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്
എത്രത്തോളം കാര്യങ്ങൾ ആ കുട്ടിക്ക് ഗ്രാസ്പ് ചെയ്യാൻ എത്രത്തോളം ആ കുട്ടിക്ക് കാര്യങ്ങൾ രീതിയിലുള്ള അസസ്മെന്റ് സംഭവിക്കുമ്പോഴാണ് അതിനെ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അസസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആണ് സമ്മേറ്റീവ് അസസ്മെന്റ്. Next one, diagnostic assessment, and it is used to determine prior to the instruction a student's strength, needs, knowledge, and skills. The results permit the instructor to remediate student deficits and adjust instruction and the curriculum to meet each pupil's unique needs. അതായത് നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ സ്റ്റുഡൻസിന് നമ്മളുടെ ഇൻഫർമേഷൻ ഷെയറിങ് എപ്പോഴാണ് അത് സംഭവിക്കുന്നതിന് മുന്നെയോ സ്റ്റുഡൻസിനെ പറ്റി നമ്മൾ അസസ് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ഈസ് പ്രയർ ടു ദി ഇൻസ്ട്രക്ഷൻ. എന്തിനു വേണ്ടിയാണ്? എന്താണ് ആ സ്റ്റുഡൻസിന്റെ സ്ട്രെങ്ത്, കപ്പാസിറ്റി, എന്താണ് ആ സ്റ്റുഡൻസിന്റെ നീഡ്, അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിന്റെ എന്നിട്ട് അതിനനുസരിച്ച് ഈ ടീച്ചർക്ക് കാര്യങ്ങൾ ടീച്ചിങ് ടെക്നിക്ക് ഏത് ടെക്നിക്ക് യൂസ് ചെയ്യണം, അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, ഏത് രീതിയിൽ അവരുടെ മിസ്റ്റേക്സുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ വീക്ക് പോയിന്റ്സ് ഏതൊക്കെയാണെങ്കിൽ ഏതൊക്കെയാണെന്ന് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ആ ടീച്ചർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് എന്ന് വിളിക്കുന്നത്. Next one, traditional assessment. It's a type of assessment in which the student choose the answers from a given list of choices. ഇത് പണ്ട് കാലം മുതലുള്ള അസസ്മെന്റ് ആണ്. അതാണ് ഈ ട്രഡീഷണൽ എന്ന് പറയുന്നത്. പണ്ട് മുതലേ നമ്മൾ ഓപ്ഷൻസ് നൽകുന്നു. ഓക്കെ, ഇന്ന രീതിയിലാണ്, അതിൽ നിന്ന് അവര് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവരെ അസസ് ചെയ്യുന്നത്. Students are expected to recognize that in this assessment there is only one correct answer. It is paper choices are being limited. ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ട്രഡീഷണൽ അസസ്മെന്റിൽ ചോയ്സ് നൽകുന്നത് ടീച്ചേഴ്സ് തന്നെയാണ്. ഓക്കെ, സ്റ്റുഡൻസിനല്ല ചോയ്സ് ഉള്ളത്. സോ ടീച്ചേഴ്സ് തന്നെ ഒരു ലിസ്റ്റ് ഓഫ് ചോയ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 4 ഓപ്ഷൻസ് നൽകുന്നു, അതിൽ നിന്ന് ഒരു ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. സോ അതിൽ നിന്ന് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, സോ ഇവിടെ ഓവറോൾ ഇതിന്റെ ഒരു ഇഫക്റ്റീവ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം ഇവിടെ നമ്മൾ നൽകുന്ന ഓപ്ഷൻസിനെ കവിഞ്ഞ് മറ്റൊരു ജഡ്ജ്മെന്റ്, മറ്റൊരു ഡിസിഷൻ അല്ലെങ്കിൽ മറ്റൊരു അസസ്മെന്റ് ഇവിടെ സംഭവിക്കുന്നില്ല. എത്ര വന്നാലും ആ നമ്മൾ നൽകുന്ന ഓപ്ഷൻസിൽ തന്നെ അത് ലിമിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ ട്രഡീഷണൽ അസസ്മെന്റ് ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓതന്റിക് അസസ്മെന്റ്. Asked to perform a task or construct their own response. The forms can be devised by the teacher with the collaboration of the students. Variety of tasks and strategies give an opportunity to evaluate his or her own work. Development of HOTS is fostered to a great extent. Okay, ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇവിടെ കുറച്ചുകൂടി ഓതന്റിക് ആയിട്ടുള്ള അസസ്മെന്റ് ഇവിടെ നടക്കുന്നത്. കാര്യം നമ്മൾക്ക് തന്നെ ഫീഡ്ബാക്ക് വേണമെന്ന് ആഗ്രഹിക്കുക. നമ്മളുടെ ഒരു ക്ലാസ്സിന് ശേഷം നമ്മളുടെ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു ഫീഡ്ബാക്ക് വേണം. നമുക്ക് ആക്ച്വലി 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് തന്നെ ഒരു ഫീഡ്ബാക്ക് ഫോം നൽകാം, അതിൽ വ്യക്തമായിട്ട് ഓപ്ഷൻസ് എല്ലാം നൽകിയിട്ടുണ്ടാവും. അതാണ് ആദ്യം പറഞ്ഞ ട്രഡീഷണൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓതന്റിക് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളുടെ ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് എന്താണെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ ഓൺ റെസ്പോൺസ്, നിങ്ങളുടെ വ്യൂ പോയിന്റ്സ് വ്യക്തമായിട്ട് എഴുതാൻ പറയുക. ഇതാണ് ഓതന്റിക് അസസ്മെന്റ്. ഓക്കെ, ഇതിനൊക്കെ നമുക്ക് കുറച്ചുകൂടി ഡിപ്പെൻഡ് ചെയ്യാവുന്ന കാര്യമാണ്. കാര്യം എന്താ, സ്റ്റുഡൻസ് അവരുടെ ഓൺ വ്യൂ പോയിന്റ്സ് ഇവിടെ ഷെയർ, നമ്മൾ നൽകുന്നതല്ലാതെ, അതാണ് അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ജഡ്ജ്മെന്റും തന്നെ ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 7 ടൈപ്പ് ഓഫ് അസസ്മെന്റിൽ കാണാനുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇ ലേണിംഗ് എന്താന്നുള്ളത്. ഇ ലേണിംഗ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. സോ അത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇ ലേണിംഗ് സ്റ്റാൻഡ് ഫോർ ദി വേർഡ് ഇലക്ട്രോണിക് ലേണിംഗ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഓക്കെ, ഒരു ബെർണാഡ് ലെസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇ ലേണിംഗിനെ ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്: എക്സൈറ്റിംഗ്
energetic, enthusiastic, emotional, extent and educational. And it is internet enabled learning. ഇപ്പോൾ നമുക്ക് സംഭവിക്കുന്നതൊക്കെ ഈ ലേണിംഗ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. In an online multimedia learning environment, teaching and learning is one-to-one individual. More interactivity in normal classroom, it varies with the class size. And it is learner centered, learner monitoring and grading system. ഇവിടെ ഈ ലേണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇതൊരു 1-to-1 ആണെന്നുള്ളത്. അതായത് സൂം മീറ്റും ഗൂഗിൾ മീറ്റിലെ ക്ലാസ് റൂമും അല്ല ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇതൊരു 1-to-1 ഇൻഡിവിജ്വൽ ലേണിംഗിനെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആക്കാം സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്നുള്ളത്. നമുക്ക് ആക്ച്വലി പ്രാക്ടിക്കൽ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഗൂഗിൾ മീറ്റ് ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണ്, എത്രത്തോളം ഇന്ററാക്റ്റീവ് ആണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അത് മറ്റൊരു വശം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ലേണർ സെന്റേഡ്, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇവിടെ ടീച്ചർക്കല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലേണേഴ്സിനാണ് കൊടുക്കുന്നത്. ബിക്കോസ് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വേണം ക്ലാസ്സുകൾ ടീച്ചേഴ്സ് നൽകാനായിട്ട്. ഓക്കെ, ആൻഡ് ലേണർ മോണിറ്ററിംഗ് ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം, അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇനി കാണും. ലേണേഴ്സ് സെന്റർ ഞാൻ നേരത്തെ പറഞ്ഞു. ലേണേഴ്സ് നീഡ്സ് ആർ ദ ഫോക്കസ് ഓഫ് ദി പ്രോഗ്രാം. ഞാൻ നേരത്തെ ടൂൾസ് ആർ അവൈലബിൾ ആസ് ദി സ്റ്റുഡന്റ്. സാധാരണ ഓഫ്ലൈൻ ക്ലാസ് റൂംസിൽ സംഭവിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്, സ്റ്റുഡൻസ് ടീച്ചറിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ലേണിംഗ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സംഭവിക്കുന്നത് ഇങ്ങനെയാണ്, സ്റ്റുഡൻസിന് എന്താണ് ആവശ്യം അതാണ് ടീച്ചർ നൽകുന്നത്. And the quality of instruction is measured against standards. The student is an active partner ആണെന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ 1-to-1 ലേണിംഗിനെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. learn to assess their own progress. ഓക്കെ, അതായത് നമ്മൾ അവരെ മോണിറ്റർ ചെയ്യുന്നതിനേക്കാൾ ഉപരി ലേണേഴ്സിന് തന്നെ കൂടുതൽ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നു. It helps learners to identify the progress they have made, to understand what they have achieved and what they need to do next to make progress towards their goals and qualification. എന്താണ് അവരിപ്പോ എവിടെ എത്തി, അവരിപ്പോ എത്രത്തോളം കാര്യങ്ങൾ അച്ചീവ് ചെയ്തു, അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഇനി എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഒരു സെൽഫ് മോട്ടിവേഷൻ നൽകാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ലേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഗ്രേഡിംഗ് സിസ്റ്റം. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഗ്രേഡിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത്. ഇൻ എ ഗ്രേഡിംഗ് സിസ്റ്റം, ലേണേഴ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദി എബിലിറ്റി ബാൻഡ്സ് ദാറ്റ് റെപ്രസെന്റ്സ് എ റേഞ്ച് ഓഫ് സ്കോർസ്. നമുക്കറിയാം അല്ലെ, എ ഗ്രേഡ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്കോർ അല്ല. ഓക്കെ, അത് എ ഗ്രേഡ് എന്ന് പറയുന്നത് 100 കിട്ടുന്നവന് മാത്രമല്ല എ ഗ്രേഡ് എന്ന് പറയുന്നത്, അതൊരു ബാൻഡാണ്. ഓക്കെ, അതായത് 91 to 100 എന്ന് പറയുന്നതാണ് എ ഗ്രേഡ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതാണ് ആ പറയുന്ന ഒരു ബാൻഡ് ആണെന്ന് പറയുന്നത്. ആ റേഞ്ച് ഓഫ് സ്കോർസിനെ നമുക്ക് ഒറ്റ ഗ്രേഡിലാക്കി നമ്മളത് കൺസിഡർ ചെയ്യും. ആൻഡ് ഇറ്റ് റിഫ്ലെക്ട്സ് ഓൺ ഇൻഡിവിജ്വൽ ലേണേഴ്സ് പെർഫോമൻസ് ഇൻ ദി ഫോം ഓഫ് certain level of achievement in relation to the whole group of learners. Actually മോട്ടിവേഷൻ ആകുന്നു. എങ്ങനെ? ഒരു തരത്തിൽ സ്റ്റുഡൻസിന് കുറച്ചുകൂടി കൂടുതൽ ഇങ്ങനെ ഒരു ഗ്രേഡ് സിസ്റ്റം കൊണ്ടുവരുമ്പോൾ എപ്പോഴും എല്ലാവർക്കും എന്താ, ഇപ്പൊ B+ വാങ്ങുന്ന എ ഗ്രേഡ് കിട്ടാവുന്നതേ ഉള്ളൂ. സോ അത്തരത്തിലൊരു സെൽഫ് മോട്ടിവേഷന് സഹായിക്കുന്ന, അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഗ്രേഡിംഗ് സിസ്റ്റം. ദെൻ ഓൺലൈൻ ലേണിംഗ് എന്താന്നുള്ളത്, ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് content readily accessible on a computer. The content may be on the web or the internet or simply installed on a pen drive, CD-ROM or the computer hard disk. ഇനിയാണ് നമ്മൾ ഇപ്പോ പഠിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രസക്തമായ ഓൺലൈൻ ലേണിംഗിലേക്ക് വരുന്നത്. ഓക്കെ, അത് നമ്മൾ കണ്ടു. ഇറ്റ് ഈസ് റീഡ്ലി ആക്സസിബിൾ ഓൺ എ കമ്പ്യൂട്ടർ. ചിലപ്പോൾ അത് ഇന്റർനെറ്റിൽ ഉണ്ടാവും, ഓർ അല്ലെങ്കിൽ നമുക്ക് പെൻ ഡ്രൈവ്, CD-ROM, കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ഇവിടെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഈ ലേണിംഗ്, ഈ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് ശരിക്കും നോക്കുക. ഫസ്റ്റ് വൺ, സ്റ്റുഡന്റ് സെന്റേർഡ്. ഞാൻ നേരത്തെ പറഞ്ഞ ലേണേഴ്സ് സെന്റേർഡ് ആണ്, ലേണേഴ്സിന്റെ നീഡ്സ് ആണ് ഇവിടെ അച്ചീവ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, സ്റ്റുഡൻസ് ക്യാൻ
attend classes and courses anywhere with the computer and access to the internet. Okay, നമുക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്ത്, അതിപ്പോ ഏത് രാത്രിയാണെങ്കിലും ആവശ്യമുള്ള സമയത്ത് അവർക്കത് അവരുടെ ടൈം അനുസരിച്ച് അവർക്കത് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. then accessibility 24/7 എന്ന് പറഞ്ഞ് മാത്രം ആലോചിച്ചാൽ മതി. 24/7 ടൈമിൽ 24 ഹവേഴ്സിലും 7 days in a week ഫുൾ ടൈം ആക്സസബിൾ ആയിരിക്കും. ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ, ദെൻ ഗ്ലോബൽ നോളജ്. ലോകത്ത് എവിടെയുമുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഓൺലൈൻ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കിട്ടും. ഇപ്പൊ കേരളത്തിലുള്ള ടീച്ചേഴ്സിന്റെ ക്ലാസ് തന്നെ വേണമെന്നില്ല, അവൈലബിൾ ആണ്. സ്റ്റുഡൻസ് കൺട്രോൾ സ്റ്റഡി ടൈം. അതെ, നമുക്കറിയാവുന്ന കാര്യം. അതായത് ഇപ്പൊ ഒരു ക്ലാസ് റൂം ഇരിക്കുകയാണെങ്കിൽ ഒരു 2 അവറിന്റെ ഒരു സെമിനാർ ആണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ 2 മണിക്കൂർ തുടർച്ചയായിട്ട് അതേ ക്ലാസ് റൂമിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് അത് കേൾക്കേണ്ടി വരും ഒരു പക്ഷേ ഇതങ്ങനെയല്ല. സ്റ്റുഡൻസിന് എപ്പോൾ ക്ലാസ് പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പോസ് ചെയ്യാം. അവരുടെ ആവശ്യാനുസരണം ക്ലാസ് ഒക്കെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്. ആൻഡ് ദ ചാൻസ് ഫോർ ഇന്ററാക്ഷൻ. ഓക്കെ, 1-to-1 ഇൻഡിവിജ്വൽ. ഇപ്പൊ ഒരുപാട് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഇപ്പൊ 50 സ്റ്റുഡൻസിന്റെ ഒരു ഓൺലൈൻ ക്ലാസ് ആണ് ഗൂഗിൾ മീറ്റ് നടക്കുന്നതെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള ഇന്ററാക്ഷൻ സംഭവിക്കില്ല. പക്ഷെ ഒരു 1-to-1 ഇൻഡിവിജ്വൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ററാക്ഷൻസ് ഒക്കെ സംഭവിക്കും. കാരണം ഇന്ററാക്ഷൻ സംഭവിക്കുന്ന ഒരു പരിധിവരെ നല്ലതാണ്. അതൊക്കെ സ്റ്റുഡൻസിന്, ലേണേഴ്സിന് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ആക്റ്റീവായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ദി കോസ്റ്റ് എഫക്റ്റീവ്. ഓക്കെ, ഒറിജിനൽ ക്ലാസ് റൂമിൽ വരുന്നതിന്റെ അത്രയും കോസ്റ്റ് ഇവിടെ സംഭവിക്കുന്നില്ല. ആൻഡ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ പറയുന്ന ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഓൺലൈൻ ലേണിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ തൊട്ടടുത്തുള്ള സ്കൂളിലെ ക്ലാസ് മാത്രമല്ല അവർക്ക് അവൈലബിൾ ആകുന്നത്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള, കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള അറിവുള്ള ട്യൂട്ടേഴ്സിന്റെ ക്ലാസ് വരെ അവർക്ക് അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെ ഓൺലൈൻ എഡ്യൂക്കേഷന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് കാണുന്നു. ഡെലിവറി മെത്തേഡ്സ് ഓഫ് ഇ ലേണിംഗ്. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇ ലേണിംഗിൽ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്? സിങ്കർണസ് ലേണിംഗ് ആൻഡ് അസിങ്കർണസ് ലേണിംഗ്, അത് രണ്ടും നമ്മൾ എന്താന്നുള്ളത് കാണും. ആൻഡ് സെൽഫ് സ്റ്റഡി വിത്ത് സബ്ജക്ട് എക്സ്പേർട്ട്, വെബ് ബേസ്ഡ് ബ്ലോഗ്, വിക്കിപീഡിയ, ഫോറംസ്, അങ്ങനെയുള്ള വെബ് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് പ്രോസസ് നടക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് പെൻഡ്രൈവിലോ CD റോമിലോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കുന്നു. അങ്ങനെയും നമ്മുടെ സമയാനുസരണം പഠിക്കുന്നു. വീഡിയോ ഓഡിയോ സ്ട്രീമിംഗ്. ഇത് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സിങ്കർണസ് ലേണിംഗും അസിങ്കർണസ് ലേണിംഗും, അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. Synchronous learning and teaching takes place in real time, at the same time, while the trainer, അതായത് ഇപ്പോൾ നമ്മളുടെ ഈ ക്ലാസ് റൂം, ഈ ഗൂഗിൾ മീറ്റിലുള്ള ഇപ്പൊ ഞാൻ എടുക്കുന്ന ഈ ക്ലാസ് റൂം, ഇതാണ് സിങ്കർണസ് ലേണിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ടീച്ചർ എപ്പോഴാണോ ടീച്ചിങ് പോസിബിൾ ആക്കി തരുന്നത് ആ സമയത്ത് തന്നെ ലേണേഴ്സ് ഇൻഫർമേഷൻ അക്വയർ ചെയ്യുന്നു. സെയിം ടൈമിൽ ടീച്ചറും ലേണേഴ്സും സെയിം ടൈമിൽ ക്ലാസ് ഡെലിവർ ചെയ്യുന്നു, ക്ലാസ് ഇൻഫർമേഷൻ അക്വയർ ചെയ്യുന്നു. പക്ഷെ ദേ ആർ ഫിസിക്കലി സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. നമ്മളെല്ലാവരും വെവ്വേറെ സ്ഥലത്തായിരിക്കും. എക്സാമ്പിൾ എന്താണ്? ലിസണിങ് ടു എ ലൈവ് റേഡിയോ ബ്രോഡ്കാസ്റ്റ്, വാച്ചിങ് ലൈവ് TV ബ്രോഡ്കാസ്റ്റ്, ഓഡിയോ or വീഡിയോ കോൺഫറൻസിങ്, ഇന്റർനെറ്റ് ടെലിഫോണി, ഓൺലൈൻ ലെക്ചേഴ്സ്, 2-way ലൈവ് സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റ്. ഇതൊക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. മീനിങ് എത്രയേ ഉള്ളൂ? ടീച്ചറും സ്റ്റുഡൻസും അറ്റ് ദി സെയിം ടൈം അവർ മീറ്റ് ചെയ്യുന്നു, ഓൺലൈനിലൂടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു. അപ്പൊ അസിങ്കർണസ് ട്രെയിനിങ് എന്തായിരിക്കും? Trainer prepares the courseware material before the course takes place. The learner is free to decide when he wants to study the courseware. Suppose ഞാൻ ഈ ക്ലാസിന്റെ ഒക്കെ ഒരു ഓഡിയോ വേർഷൻ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക്, വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഞാനത് പോസ്റ്റ് ചെയ്ത് തരുന്നു എന്ന് വിചാരിക്കും. ഇതാണ് അസിങ്കർണസ് ലേണിംഗ്. ആക്ച്വലി ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് നിങ്ങൾക്ക് ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഞാനൊരു 5 മണിയായപ്പോൾ തന്നെ എന്റെ ക്ലാസ്, ഇന്നത്തെ ഞാൻ എടുക്കേണ്ട ക്ലാസ് ഒക്കെ ഞാൻ റെക്കോർഡ് ചെയ്തു, അതിന്റെ വോയിസ് നോട്ട് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നു. സോ നിങ്ങളത് 7 മണിക്കോ 8 മണിക്കോ നിങ്ങൾക്ക് സമയമുള്ളപ്പോഴൊക്കെ അതിരുന്ന് പിന്നെയും കേൾക്കുകയോ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾ കേൾക്കുകയോ ചെയ്യുന്നു. ഇതിനെയാണ് അസിങ്കർണസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ടീച്ചർ നോളജ് ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അല്ല ലേണർ നോളജ് അക്വയർ ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. രണ്ടുപേരും സെയിം ടൈമിൽ മീറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടുത്തെ വ്യത്യാസം.
സ്റ്റോർഡ് ഓഡിയോ എക്സാമ്പിൾസ് നോക്കാം. സെൽഫ് പേസ്ഡ് കോപ്പിംഗ് വയ ഇന്റർനെറ്റ് ഓർ സീറോ ആക്സസ്, വീഡിയോ പ്രസന്റേഷൻസ് ഓർ സെമിനാർസ്, റെക്കോർഡഡ് ഓഡിയോ ടേപ്സ്, ക്വസ്റ്റ്യൻ ആൻസർ മെന്ററിംഗ്, റീഡിംഗ് ഇമെയിൽ മെസ്സേജസ്. സോ ഇതെല്ലാം അസിൻക്രണസ് ലേണിംഗിന്റെ ഭാഗമായിട്ട് കാണുന്നു. ഓക്കെ, ഇനി ബിൽഡിംഗ് ആൻഡ് ഇ ലേണിംഗ് കൾച്ചർ. ഇനി നമുക്ക് വേണ്ട ഒരു കാര്യമാണിത് അല്ലെ. ഒരു പരിധിയിൽ ഇനി എന്തായാലും കുറച്ച് നാളും കൂടി നമുക്ക് ഈ ഒരു കൾച്ചർ ഫോളോ ചെയ്തേ മതിയാവും. ഇ ലേണിംഗ് കൾച്ചർ. ഈ ലേണിംഗ് കൾച്ചർ ഫോളോ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഓഫ്കോഴ്സ് നമുക്കറിയാം 3 കാര്യങ്ങൾ ഇപ്പോൾ വേണം. ടീച്ചർ വേണം, ലേണർ വേണം, അത് ഓഫ്കോഴ്സ് വേണം, പ്ലസ് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ടീച്ചർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഡെവലപ്പ് നോളജ് ആൻഡ് സ്കിൽസ്, അണ്ടർസ്റ്റാൻഡ് ലേണിംഗ് ആൻഡ് ഇറ്റ്സ് നീഡ്, ദെൻ ഫെസിലിറ്റേറ്റ് ലേണിംഗ്, ക്രിയേറ്റ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ലേണിംഗിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ലേണർ സെന്റേർഡ് ആണ്. ദാറ്റ് മീൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ടീച്ചേഴ്സ് ക്ലാസ് പ്രിപ്പയർ ചെയ്യുക, ദെൻ അവർക്ക് ഡീപ്പ് നോളജ് നൽകാൻ ഹെൽപ്ഫുൾ ആക്കുക, അവർക്ക് കുറച്ചുകൂടി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുക. സോ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ടീച്ചർ ചെയ്യേണ്ടത്. ദെൻ ലേണേഴ്സ് എന്തായിരിക്കണം? സെൽഫ് ഡയറക്റ്റഡ്, സെൽഫ് മോട്ടിവേറ്റഡ്, സെൽഫ് റെഗുലേറ്റിംഗ് ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ലേണറിന് ഉണ്ടാകേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് എത്രത്തോളം ഉണ്ടാകും ഇല്ല എന്നതൊക്കെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ അഡ്മിനിസ്ട്രേറ്റർ. ഇവിടെ പറയുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ക്രിയേറ്റ് ലേണിംഗ് ആണെങ്കിൽ തന്നെ ടീച്ചേഴ്സിന് ഈ ഒരു സിറ്റുവേഷനിൽ, കോവിഡിന്റെ സിറ്റുവേഷനിൽ ടീച്ചേഴ്സിന് എല്ലാവർക്കും, എല്ലാ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിന് ഓൺലൈൻ ക്ലാസ് എടുക്കാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻഷുർ ചെയ്യണം. ഓക്കെ, അത് എല്ലാം അറേഞ്ച് ചെയ്ത് നൽകേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, എൻക്വയറി ചെയ്യണം. ദെൻ ഇത് സപ്പോസ് അഡ്മിനിസ്ട്രേറ്റർ റെസ്പോൺസിബിലിറ്റി. പ്രൊവൈഡ് ICT ഇൻഫ്രാസ്ട്രക്ചർ, റിസോഴ്സസ് ഫോർ ലൈഫ് ലോങ് ലേണിംഗ്. അതിന് വേണ്ട എല്ലാവിധ മെറ്റീരിയൽസും അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും നൽകേണ്ടതാണ് ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടത്. ഇതാണ് ഒരു ഇ ലേണിംഗ് കൾച്ചർ ബിൽഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട വേണ്ട റിക്വയർമെന്റ്. ഈ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. ക്ലാസ് റൂം ലേണിംഗ് വേഴ്സസ് ഇ ലേണിംഗ് എന്തൊക്കെയാണ് ഇതിന്റെ വ്യത്യാസം എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഒരിക്കലും ഞാൻ ഇവിടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് രണ്ടിന്റെയും പോസിറ്റീവ്സ് ആണ്. നോക്കുക, ഇ ലേണിംഗ് ഇറ്റ് സേവ്സ് മണി ഇൻ ഡെവലപ്മെന്റ്, ട്രാവൽ ആൻഡ് ടൈം. ഒക്കെ നമുക്കറിയാം കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഇ ലേണിംഗ് എന്ന് പറയുന്നത്. അറ്റ് ദി സെയിം ടൈം ട്രഡീഷണൽ ലേണിംഗ് കോസ്റ്റ് കൂടുതലാണെന്നല്ല പറയേണ്ടത് അവിടെ. ആൻഡ് ബെറ്റർ യൂസ് ഓഫ് ടൈം ഫോർ ഹൈലി കോംപ്ലക്സ് ഇൻഫർമേഷൻ. എന്നാൽ ട്രഡീഷണൽ ലേണിംഗിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ? കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. അത് വ്യക്തമായിട്ട് പറയാം. ഈ പറയുന്ന സപ്പോസ് നിങ്ങൾ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് പേപ്പേഴ്സ് ഒക്കെ ഓൺലൈൻ ക്ലാസ്സിൽ എടുക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ അത്തരം കാര്യങ്ങൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് എപ്പോഴാണ്? ക്ലാസ് റൂം, അതായത് ട്രഡീഷണൽ ലേണിംഗ് തന്നെയാണ് കുറച്ചുകൂടി എഫക്റ്റീവ് ആകുന്നത്. നെക്സ്റ്റ് വൺ, it is great for specific concise topics and it is great for collaborative topics. ഞാൻ പറഞ്ഞല്ലോ, ടോപ്പിക്സ് ചൂസ് ചെയ്യുന്നതിൽ ഇ ലേണിംഗും ട്രഡീഷണൽ ലേണിംഗും ഒക്കെ നല്ലതാണ്. പക്ഷെ കുറച്ചുകൂടി കൊളാബറേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ഏതാണ്? ട്രഡീഷണൽ ലേണിംഗ് ആണ്. അതെല്ലാം സ്പെസിഫിക് കൺസൈസ് ഷോർട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇ ലേണിംഗ് തന്നെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. anywhere anytime. ഓക്കെ, ഇ ലേണിംഗിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് സ്റ്റുഡൻസിന് എപ്പോൾ വേണമെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, can ask questions or role play situations. ഓക്കെ, ഒരിക്കലും ഇ ലേണിംഗിൽ ആണെന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഓക്കെ, കാരണം എന്തെന്നും ഈ പറയുന്ന റോൾ പ്ലേ സിറ്റുവേഷൻസ് ഒക്കെ അതിന്റെ ഒരു എഫക്റ്റീവ്നെസ് ഒരു പരിധിവരെ ഇ ലേണിംഗിൽ കുറവായിരിക്കും. പക്ഷെ ട്രഡീഷണൽ ലേണിംഗിൽ അതെല്ലാം പോസിബിൾ ആണ്. Then e-learning, it takes 40 to 60% less time than classroom instruction. Okay, ഒരു ക്ലാസ് റൂം പറയുന്നതിന്റെ അത്രയും ടൈം ഒന്നും വേണ്ട ഇ ലേണിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട്. ആൻഡ് ട്രഡീഷണൽ ലേണിംഗ് ഹെൽപ് സ്റ്റുഡൻസ് ടു ഫീൽ മോർ വാല്യൂ. ഓക്കെ, അവർക്ക് കുറച്ചുകൂടി സ്വയം കുറച്ചുകൂടി സെൽഫ് മോട്ടിവേറ്റ് ആക്കുന്ന എപ്പോഴാണ്? ട്രഡീഷണൽ ലേണിംഗ് തന്നെയാണ്. ആൻഡ് ഇ ലേണിംഗ് ഇറ്റ് ഈസ് ബെറ്റർ ഫോർ റിമോട്ട് ട്രാവലിംഗ് ഓർ ഹൈ ടേൺ ഓവർ populations. And traditional learning, students learn from each other. Okay, so e-learning ന്റെ ഒരു
അഡ്വാൻറ്റേജ് നമ്മൾ കണ്ടു. റിമോട്ട് ട്രാവലിംഗ് ഓർ ഹൈ ടേൺ ഓഫ് പോപ്പുലേഷനിൽ ഏറ്റവും ബെറ്റർ ഇ ലേണിംഗ് തന്നെയാണ്. ട്രഡീഷണൽ ലേണിംഗിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, അവിടെ ടീച്ചർ സ്റ്റുഡന്റ് ലേണിംഗ് മാത്രമല്ല നടക്കുന്നത്, സ്റ്റുഡൻസ് ലേൺ ഫ്രം ഈച്ച് അതർ. അവർക്കിടയിലുള്ള ഒരു രീതിയിലുള്ള ഒരുപാട് ഇൻഫർമേഷൻ കാര്യങ്ങൾ അവർ അക്വയർ ചെയ്യുന്നുണ്ട്. അതും ട്രഡീഷണൽ ലേണിംഗിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. ദെൻ ഇ ലേണിംഗ്, സ്റ്റുഡൻസ് ക്യാൻ പോസ്, റീറീഡ് ഓർ ടെസ്റ്റ് ഔട്ട് ഓഫ് കണ്ടന്റ്. സോ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം, ഇ ലേണിംഗിന്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ കണ്ടു. അസിൻക്രണസ് സിറ്റുവേഷൻ, അസിൻക്രണസ് ലേണിംഗ് ആണ് സംഭവിക്കുന്നതെങ്കിൽ എന്താ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അക്സസിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം പോസ് ചെയ്യാം, റീറീഡ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും വീണ്ടും വീണ്ടും റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യാം. ട്രഡീഷണൽ ലേണിംഗിന്റെ ഒരു അഡ്വാൻറ്റേജ് നോക്കുക, ഹൈലി സ്കിൽഡ് ട്രെയിനേഴ്സ് ക്യാൻ അഡാപ്റ്റ് ഇൻഫർമേഷൻ ഫോർ സ്റ്റുഡൻസ്. കുറച്ചുകൂടി ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിന്റെ ക്ലാസ് അവൈലബിൾ ആണ്. ഒപ്പം സ്റ്റുഡൻസിന് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട്, സ്റ്റുഡൻസിന് മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ടും പോസിബിൾ ആണ്. ഇതാണ് ഇ ലേണിംഗ് വേഴ്സസ് ട്രഡീഷണൽ ലേണിംഗ്. സോ നമ്മുടെ ഈ സബ്ജക്റ്റിലെ തന്നെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നു. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ഓരോന്നിനും വ്യക്തമായിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. മാസീവ്, വാട്ട് ഈസ് മാസീവ്? ആ ഒരു കാര്യം നോക്കാം. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്, ഇറ്റ് ഈസ് ആൻ ഓൺലൈൻ കോഴ്സ് എയിംഡ് അറ്റ് അൺലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പൺ ആക്സസ് വയ ദ വെബ്. ഈ എം ഫോർ മാസീവ്, അൺലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ, എത്ര പേർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ആൻഡ് ഓപ്പൺ ഓൺലൈൻ, സോ ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ കോഴ്സ്, എല്ലാവിധ കോഴ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് മൂക്ക് എന്ന് പറയുന്നത്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്, മൂക്ക്. In addition to the traditional course materials such as filmed lectures, readings, and problem sets, many MOOCs provide interactive courses with user forums to support community interactions among students, professors, and teaching assistants, as well as immediate feedback to quick quizzes and assignments. MOOCs are a recent and widely researched development in distance education. സോ ഇവിടെ മനസ്സിലാക്കുക, മൂക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഫെസിലിറ്റി ഇന്ന് ലോകത്ത് മിക്കയിടത്തും അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ കൂടിയും, ഇന്ത്യയിലുള്ള റിസർച്ച് സ്കോളേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആർക്കാണെങ്കിലും പുറത്തുള്ള ഇന്ത്യക്ക് വെളിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നൽകുന്ന കോഴ്സുകൾ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പോലെ ഓൺലൈനിലൂടെ നമുക്ക് അവൈലബിൾ ആക്കി തരുന്ന ഒരു ഫെസിലിറ്റിയാണ് മൂക്ക് എന്ന് പറയുന്നത്. ഓക്കെ, and it is introduced in 2006 and emerged as a popular mode of learning in 2012. Okay, കാരണം ഇത് ഞാൻ പിന്നെയും പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂക്കിനെ പറ്റി. ഓക്കെ, ഇനി നമ്മൾ ഇന്ത്യയിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ അതിനെ പറ്റിയാണ് പറയുന്നത്. ഫ്രീ ഓൺലൈൻ എഡ്യൂക്കേഷൻ, സ്വയം is an online platform of the Ministry of HRD. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്വയം എന്നുള്ളത്, ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കുക. ഇറ്റ്സ് എ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഓഫ് ദ Ministry of HRD through which online programs or courses will be offered to the students in India. Okay, so ഇത് ഹാൻഡിൽ ചെയ്യുന്നത് Ministry of HRD ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. India and US universities will be invited to offer postgraduate academic programs with certification on the Swayam platform. ഇന്ത്യയിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിന്, ലേണേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. US യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യുന്ന പല പോസ്റ്റ് ഗ്രാജുവേറ്റ് അക്കാദമിക് പ്രോഗ്രാംസ് വിത്ത് സർട്ടിഫിക്കേഷൻ നമ്മൾക്ക് ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിന് അവൈലബിൾ ആക്കി നൽകുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് സ്വയം. Each American university will share courses created by its top educators. The cooperation program will be integrated to strengthen the national mission on education through the use of ICT, NME ICT in India. Okay, so
ഇത്തരം ഒരു സ്വയം ഓൺലൈൻ പ്ലാറ്റ്ഫോം സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മിഷൻ, ഒരു കോർപ്പറേഷൻ പ്രോഗ്രാം കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ്. അതിന്റെ പേരാണ് പറയുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ദി യൂസ് ഓഫ് ICT. ഓക്കെ, കഴിഞ്ഞ നെറ്റ് എക്സാമിന് എനിക്കൊന്ന് സ്വയം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതിന് ഈ കഴിഞ്ഞ നെറ്റ് എക്സാമിന് ചോദിച്ചിരുന്നതാണ്. ഓക്കെ, സോ സ്വയം എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. മിനിസ്ട്രി ഓഫ് HRD ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. സോ US യൂണിവേഴ്സിറ്റീസിന്റെ ഓഫർ ചെയ്യുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് അക്കാദമിക് പ്രോഗ്രാംസ് ഇവിടെ അവൈലബിൾ ആക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് സ്വയം. നെക്സ്റ്റ് വൺ സ്വയം പ്രഭ. ഇതാണ് ഈ എക്സാമിന് ചോദിച്ചത്. ദ സ്വയം പ്രഭ ഇസ് എ ഗ്രൂപ്പ് ഓഫ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, 32 DTH channels devoted to telecasting of high quality educational programs on 24/7 basis using the GSAT-15 satellite. So ഇവിടെ മനസ്സിലാക്കേണ്ടത് 32 DTH ചാനൽസ് കൂടി ചേർത്ത് നടത്തുന്നതാണ് സ്വയം പ്രഭ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? 24/7 ഫുൾ ടൈം എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് സ്റ്റുഡൻസിന് നൽകാൻ വേണ്ടിയുള്ളതാണ് സ്വയം പ്രഭ എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. Every day there will be new content for at least 4 hours, which would be repeated 5 more times in a day, allowing the students to choose the time of their convenience. Okay, so repeat തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഈ ക്ലാസ്സിൽ. അറ്റ്ലീസ്റ്റ് ഒരു 5 തവണയെങ്കിലും 5 times എങ്കിലും ഒരു ദിവസം റിപ്പീറ്റ് സംഭവിക്കുന്നതാണ്. ഇത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് അവൈലബിൾ ആവുന്ന ടൈം. ചിലപ്പോൾ ഇവിടെ ക്ലാസ് നടക്കുന്ന സമയത്ത് തന്നെ എല്ലാ സ്റ്റുഡൻസിനും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അത് ആ ഒരു ഇഷ്യൂ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സ്വയം പ്രഭ. ദ DTH ചാനൽസ് ഷാൽ കവർ ദി ഫോളോയിങ്. ഇനി എന്താണ് അവർ ചെയ്യുന്നതെന്നുള്ളത് നോക്കുക. ഹയർ എഡ്യൂക്കേഷന്റെ കേസ് നോക്കാം. ഹയർ എഡ്യൂക്കേഷൻ കരിക്കുലം ബേസ്ഡ് കോഴ്സ് കണ്ടന്റ്സ് അറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ കവറിംഗ് ദി ഡൈവേഴ്സ് ഡിസിപ്ലിൻസ് സച്ച് ആസ് ആർട്സ്, സയൻസ്, കൊമേഴ്സ്, പെർഫോമിംഗ് ആർട്സ്, social science and humanities, engineering. All courses would be certification ready in their detailed offering through Swayam, the platform being developed for offering MOOCs courses. Okay, so higher education base ചെയ്താണ് ഒരു നമുക്ക് പറയുവാണെങ്കിൽ സ്വയം പ്രഭയിൽ തന്നെ ഈ പറയുന്ന ഓൾമോസ്റ്റ് എല്ലാവിധ ഡിസിപ്ലിൻസിൽ നിന്നുള്ള കോഴ്സുകളും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സ്വയം പ്രഭ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സ്കൂൾ എഡ്യൂക്കേഷൻ നോക്കാം. ദാറ്റ് മീൻസ് 9 to 12th സ്റ്റാൻഡേർഡിൽ മോഡ്യൂൾസ് ഫോർ ടീച്ചേഴ്സ് ട്രെയിനിങ് ആസ് വെൽ ആസ് ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എയ്ഡ്സ് ഫോർ ചിൽഡ്രൻ ഓഫ് ഇന്ത്യ ടു ഹെൽപ്പ് ദം അണ്ടർസ്റ്റാൻഡ് ദി സബ്ജക്ട്സ് ബെറ്റർ ആൻഡ് ഓൾസോ ഹെൽപ്പ് ദം ഇൻ പ്രിപ്പയറിംഗ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഫോർ അഡ്മിഷൻസ് ടു പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാംസ്. ഓക്കെ, സോ 9 to 12 സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്ക് വേണ്ടിയും ആ ക്ലാസ് ട്രെയിനിങ് സ്വയം പ്രഭയില് പ്ലസ് കോമ്പറ്റേറ്റീവ് എക്സാംസ് അറ്റൻഡ് ചെയ്യാനുള്ള ടിപ്സ്. സോ അത് എങ്ങനെ അറ്റൻഡ് കണ്ടക്ട് ചെയ്യും എന്നുള്ള അതിനു വേണ്ടിയുള്ള ട്രെയിനിങ്ങും സ്വയം പ്രഭയില് ഉണ്ട്. നെക്സ്റ്റ് വൺ കരിക്കുലം ബേസ്ഡ് കോഴ്സസ്. ഇറ്റ് ക്യാൻ മീറ്റ് ദി നീഡ്സ് ഓഫ് ലൈഫ് ലോങ് ലേണേഴ്സ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഇവിടെ നൽകുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ അസിസ്റ്റ് സ്റ്റുഡൻസ് ടു പ്രിപ്പയർ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഇന്ത്യയിൽ നടക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ അറ്റൻഡ് ചെയ്ത് സ്കോർ ചെയ്യാനായിട്ട് ഉള്ള ട്രെയിനിങ്ങും എവിടെ നൽകുന്നുണ്ട്? സ്വയം പ്രഭ നൽകുന്നുണ്ട്. ഈ സ്വയം പ്രഭയെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഡിഫറൻസ്, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് 32 DTH ചാനൽസ് കൂടി ചേർന്നാണ് സ്വയം പ്രഭ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഇന്നത്തെ സെഷൻ. ക്ലാസ് ഈ ഒരു ഏരിയയിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ നമുക്ക് നോട്ട്സ് അയച്ചു തരുമോ? സ്പീഡിലായതുകൊണ്ടേ തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും ഇത് ഒരു പരിധി എനിക്ക് മനസ്സിലായി. ഇത് തീർച്ചയായിട്ടും ഞാനിതിന്റെ PPT ഈ PPT പ്രസന്റേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. ഹലോ സർ. ഹലോ സർ. ഹലോ പറഞ്ഞോളൂ. സർ, നമ്മൾ സെറ്റിന് ഇങ്ങനെ വരുന്ന ഫസ്റ്റ് പേപ്പറിൽ വരുന്ന ഈ തരത്തിൽ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ വരിക സെറ്റിന് തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ തീർച്ചയായിട്ടും ഇപ്പൊ ഈ കഴിഞ്ഞ എക്സാമിന് ഞാൻ പറഞ്ഞില്ലേ, നെറ്റ് എക്സാമിന് ഇതിൽ നിന്നൊക്കെ ഒരു എല്ലാം ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ അസസ്മെന്റിന്റെ കേസ് ആണെങ്കിലും ടീച്ചർ ടെക്നിക്സ് ആണെങ്കിലും ഒന്നുകിൽ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് ആയിരിക്കും ഇപ്പൊ കൂടുതൽ ചോദിക്കുന്നത്. അതായത് ഇതിൽ ഏത് ബെറ്റർ ആണ് കുറച്ചുകൂടി ഇന്ന ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഇഫക്റ്റീവ് ആകുന്നത്. ഓക്കെ, സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ആ ടീച്ചിങ് ടെക്നിക്കിൽ നിന്ന് വരുന്നത്. പക്ഷെ ഏത് ടൈപ്പ് ഓഫ് ടെക്നിക്ക് യൂസ് ചെയ്യണം എന്ന് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ ആ ടെക്നിക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു പോകണം. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ഓക്കെ, സോ മറ്റു ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഗൈസ്. താങ്ക് യു. Thank you, sir. Thank you. താങ്ക് യു സർ. താങ്ക് യു.